അമിത ലാഭത്തിൽ കിട്ടിയ അരി ആയതുകൊണ്ട് തന്നെയും ആ രീതിയിൽ അത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുകയും അത് വെച്ച് കൊടുത്തിട്ട് പണി കിട്ടിയപ്പോൾ നൈസായിട്ട് അരി കൊണ്ടുവന്ന ആളുകളുടെ മേലേക്കും അല്ലെങ്കിൽ അരി കൊടുത്ത ആളുകളുടെ മേലേക്ക് ഈ ഒരു പരാതിയുമായിട്ട് പോയി. ഇനി അന്വേഷണമൊക്കെ നടന്ന് ഈ ചാക്കിന്റെ ബാർകോഡുകളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അറിയാം ഇതിൽ പതിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഇവർ കീറിക്കളഞ്ഞതാണോ, ഇനി അതോ ഇതിൽ പതിപ്പിച്ചിട്ടില്ലായിരുന്നു, എന്തൊക്കെ ക്രമക്കേടുകൾ ഈ പറയുന്ന റോസ് ബ്രാൻഡ് റൈസിൽ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇതിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നടന്മാര് എന്ത് ലാഭം കിട്ടിയാലും പണം കിട്ടിയാലും എല്ലാം അഭിനയിക്കുന്ന കുറെ പരസ്യങ്ങളുണ്ട്. ഞാൻ ദുൽഖർ സൽമാനെ കുറ്റം പറയുകയല്ല. എല്ലാവരും അവരുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അഡ്വർടൈസ്മെന്റ് ഇങ്ങനെയൊക്കെ ഉള്ളതിൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇതിൽ പൂർണ്ണമായിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളും നടത്തുന്നുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലും അല്ല. അവരൊരു ബ്രാൻഡ് അംബാസിഡറായിട്ട് മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവർക്ക് ആ കമ്പനിയിൽ നടക്കുന്ന അനധികൃതമായിട്ട് നടക്കുന്ന ഒന്നും അവർക്ക് അറിയില്ല. എന്നാൽ ഇതിന്റെയൊക്കെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ബ്രാൻഡ് അംബാസിഡേഴ്സിനായിരിക്കും. അപ്പോൾ ദുൽഖർ സൽമാൻ അങ്ങനെ ഒരു കൈപൊള്ളിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതായത് ദുൽഖർ സൽമാൻ ബ്രാൻഡ് അംബാസിഡറായി മാറി, പക്ഷേ കമ്പനി അവരുടെ അമിത ലാഭത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ വൃത്തികേട്